ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാടായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോരോ തിരക്കും പിന്നെ വീഡിയോ ഇടാത്തത് കൊണ്ട് അങ്ങനെ മടിയും പിടിച്ചു. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പുഡിങ്ങിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ. ഈ ഒരു പുഡിങ്ങിൻ്റെ ഓർഡർ പെട്ടെന്ന് വന്നാൽ കേട്ടോ. സാധാരണ എല്ലാവരും ഓർഡർ ചെയ്യുമ്പോൾ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നെങ്കിലും പറയലുണ്ട്. ഇത് രാത്രി ഞാൻ കിടന്നതിന് ശേഷമാണ് കേട്ടോ ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടതേനു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. രാവിലെ എണീറ്റിട്ട് പിന്നെ ഫോൺ നോക്കിയപ്പോഴാണ് ഇങ്ങനെ 3 ട്രേ പുഡിങ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിക്കണേ. പിന്നെ അന്ന് ഉച്ച കഴിയുമ്പോഴത്തേന് 4 മണിക്കാണ് ഫംഗ്ഷൻ, അപ്പത്തിന് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ട് ഭയങ്കര തിരക്കായി. പിന്നെ ഞാൻ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം നമ്മൾ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ ടൈം ഇങ്ങനെ നേരം വൈകുകയല്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും പോകണം. അപ്പോൾ ഈ പുഡിങ് റെഡിയാക്കി എല്ലാം സെറ്റായിട്ടുള്ളൂ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി റവയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. പിന്നെ സാധാരണ ഞാൻ ചൈന ഗ്രാസും ഇതൊക്കെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തീർന്നിട്ടോ. ഞാൻ സാധനം വാങ്ങി കൊടുന്ന് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നതായതുകൊണ്ട് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ വാങ്ങാനും വേണ്ടി പോവും വേണം. അപ്പോൾ ഞാൻ റവയൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ സവാളയൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇവിടെ പൊതുവേ ഉപ്പുമാവ് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ഉണ്ടാക്കലും ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വല്ല അർജൻറ്റോ ഇതേപോലെ വല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കും. നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കുള്ളൂ. ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമുക്ക് എളുപ്പം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ റവയൊക്കെ ഇട്ടെടുത്തിട്ട് അടച്ച് വെച്ചുകൊണ്ട് ഉപ്പുമാവ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് ചായക്ക് ഇപ്പുറത്ത് വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോഴേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് അതുപോലെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ അതങ്ങനെ റവയൊക്കെ വെന്ത് വന്നപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇളക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായയും കടിയും ആയി കിട്ടിയാൽ പിന്നെ പുഡിങ് നമുക്ക് നിന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ അത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് 3 ട്രേ പുഡിങ് ആയതുകൊണ്ട് നമ്മൾ ഒരു ട്രേക്ക് 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഉപയോഗിക്കുക. 1 ലിറ്ററാണ് പിന്നെ ഒരു ട്രേ പുഡിങ്ങിൻ്റെ കണക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും അതേപോലെ ചൈന ഗ്രാസ്, ചെറീസ്, ബദാം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുന്നിട്ട് അതെല്ലാം ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു കൊടുന്ന കവർക്ക് തന്നെ ഇട്ട് വെക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് പിന്നെ പൊട്ടിച്ച് വേറെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആകെ പരന്നതാവും. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കതൊരു പണിയേക്കാരം. അപ്പോൾ ആ ഒരു കവർക്ക് തന്നെ ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ അത്ര നമുക്ക് പണി ഒരുങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഈ ഒരു ചൈന ഗ്രാസ് നമുക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഞാൻ സാധാരണ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അതിന് നമുക്ക് ആകെ 220 രൂപ വരുന്നുള്ളൂ. ഇത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. ഇതിന് 45-50 രൂപയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നില്ല ഓർഡർ ആയതുകൊണ്ട് ഞാൻ വാങ്ങണ കടയിൽ 100 ഗ്രാമിൻ്റെ കൊടുന്നത് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതുള്ളു കിട്ടിയത്. അപ്പോൾ ഇത് ഭയങ്കര നഷ്ടമാണ് നമുക്ക്. ഞാനെപ്പോഴും ഈ ഒരു 100 ഗ്രാമിൻ്റെ കൊടുന്ന് വെക്കലാണ്. പിന്നെ അത് നമുക്ക് ഓർഡർ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആദ്യമൊക്കെ സെയിൽ ചെയ്യണതിൻ്റെയൊക്കെ മുന്നേ ഇങ്ങനത്തെ 10 ഗ്രാമിൻ്റെ ഒക്കെ കൊടുന്നീനും. പക്ഷേ സെയിൽ ചെയ്യൽ തുടത്തിയിട്ട് ഞാൻ ഈ 100 ഗ്രാമിൻ്റെ തന്നെയാണ് കൊണ്ടുവരല്. ഇത് കൊണ്ടുവരലില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ബോക്സും ഒഴിച്ചിട്ട് ഇതേപോലെ ആ കവർക്ക് തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്യാരറ്റ് പുഡിങ് ആണ് കേട്ടോ ഒരു ട്രേയിലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ടും മിക്സിയിൽ അരച്ചെടുക്കലുണ്ട്, അല്ലെങ്കിൽ പച്ചക്കും ചെയ്യാം കേട്ടോ. 2 പോലെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് വേവിക്കാനൊന്നും നിൽക്കണില്ല. ഞാൻ പച്ചക്ക് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആ തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് 1 ട്രേ ക്യാരറ്റും പിന്നെ 1 ട്രേ മിൽക്ക് പുഡിങ്ങും അതേപോലെ പിസ്തൻ്റെ പുഡിങ്ങും. അതുകൊണ്ട് നമുക്ക് പണി കുറച്ച് എളുപ്പമായി. കാരണം മിൽക്ക് പുഡിങ്ങും പിസ്തയും നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമല്ലോ. മിൽക്ക് പുഡിങ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പിസ്തൻ്റെ എസൻസ് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ട്രേക്കും കൂടി ഒപ്പാണ് കേട്ടോ ചൈന ഗ്രാസ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു സോസ് പാനിക്ക് 4 പാക്കറ്റ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. 2 പുഡിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ 4 പാക്കറ്റ് ഒഴിച്ചെടുക്കുന്നത്.
പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയൊരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ അതിലേക്ക് യൂസ് ചെയ്യുക നമ്മൾ. സാധാരണ ഒരു ട്രേ പുഡിങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചെറുത് ഉപയോഗിച്ചിട്ടോ. അത് രണ്ടും കൂടി ഒരുമിച്ചായതുകൊണ്ട് വലുതാണ് പിന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതാ കുറച്ച് പാൽപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. പാൽപ്പൊടി നമ്മളൊരു പാത്രത്തേക്ക് എടുത്തിട്ട് ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ആ ഒരു പാൽപ്പൊടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വെറും പാൽ മിൽക്ക് മെയ്ഡൊന്നും ഉപയോഗിച്ചാതെ ആണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കൊടുക്കുന്ന ആൾക്കാർക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ ക്വാളിറ്റിയിൽ തന്നെ നല്ല സാധനങ്ങളും ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പാലൊക്കെ നല്ലോണം തിളച്ച് നിൽക്കണം. അതേപോലെ തന്നെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിക്കണേ. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല, ഫോണിൽ ചാർജ് കഴിയും അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു 2 പുഡിങ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കണത്. അപ്പോൾ ഈ ഒരു മിൽക്ക് പുഡിങ്ങൾക്ക് ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കണത്. അതേപോലെ തന്നെ പിസ്തൻ്റെ പുഡിങ് കുറച്ച് ചെറീസും അതേപോലെ തന്നെ ബദാമുമാണ് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ അതവിടെ ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാൻ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഒരു സോസ് പാനക്ക് 2 പാക്കറ്റ് പാലും അതേപോലെ തന്നെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളത് ഗ്യാസൊക്കെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതാ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അതിക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പിന്നെ കഴിക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് പാലിക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എന്നാണ് കേട്ടോ കണക്ക് പറയൽ. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആകുമ്പോൾ സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുറത്ത് കുറേ നേരം വെക്കുന്ന പരിപാടി ആകുമ്പോൾ 2-3 ഗ്രാം എപ്പോഴും കൂട്ടിയെടുക്കണത് നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാരറ്റ് പുഡിങ്ങൊക്കെ നമ്മൾ ഈ ഒരു ക്യാരറ്റൊക്കെ നമ്മൾ പൾപ്പാക്കി കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒരു 3-4 ഗ്രാമൊക്കെ എക്സ്ട്രാ കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ അതങ്ങനെ ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് അവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കണേ. പാലൊക്കെ ഇതാ തിളപ്പിച്ചാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതായത് പാൽ ഏകദേശം നല്ലോണം ചൂടായി വരുമ്പോൾ ഞാൻ അരച്ച് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കണ ആ ഒരു ടൈമിൽ കുറച്ചിങ്ങനെ കട്ടായിട്ടൊക്കെ വരും. പിന്നെ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും. അതേപോലെ തന്നെ പാൽപ്പൊടി നേരത്തെ കാട്ടീന് അതേപോലെ തന്നെ പാൽപ്പൊടി നല്ലോണം ഇതേപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ചൈന ഗ്രാസൊക്കെ മെൽറ്റായത് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സൊക്കെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ നല്ലോണം അരിപ്പയിലൂടെ അതേപോലെ അരിച്ചെടുത്തിട്ട് പുഡിങ്ങും എല്ലാം പാടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിക്കണം. ഇത് നമുക്ക് ട്രേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് പുഡിങ് ആകുമ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഓലാണെങ്കിൽ ഇതിൽ ബാക്കിയുണ്ടോ നോക്കി നിൽക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്ത് ഇവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ക്യാരറ്റ് പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ക്യാരറ്റ് കുറച്ച് പഞ്ചസാരയും ഇതാക്കിയിട്ടൊന്ന് ഇതാക്കിയെടുക്കുകയാണ്, സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നെയ്യിൽ വറുത്തിട്ടാണ് ചെയ്യൽ. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് സാധനമൊന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാരറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പിന്നെ പുഡിങ് ചൂടാറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ക്യാരറ്റും ഒന്ന് വാട്ടിയെടുത്തിട്ട് അത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതങ്ങനെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിരിക്കണേ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലല്ലോ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും പണി എളുപ്പമായി കിട്ടി. അപ്പോൾ അത് ആ പുഡിങ്ങൊക്കെ റെഡിയായി ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച്. കാരണം ഇനി കല്യാണത്തിന് പോയി വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണതിന് മുന്നേ തന്നെ ഒക്കെ പുറത്ത് വെച്ചിട്ട് ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് എല്ലാം അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടോ. കാരണം കാര്യമായിട്ട് നമുക്ക് ഈ ഫോട്ടോ ഇതാണല്ലോ വേണ്ടത്. സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടോ. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേനു കല്യാണം, ഉമ്മാൻ്റെ ഫാമിലിയിലേനു കല്യാണം. അപ്പോൾ പെരിന്തൽമണ്ണ വെച്ചിട്ടേനു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കല്യാണത്തിന് എത്തിയിട്ട് നേരെ കയറി ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ എത്താൻ കുറച്ച് നേരം വൈകി. ചോറിൻ്റെ ആ ഒരു ടൈമിലേനിട്ട് എത്തിയത്. പിന്നെ ആദ്യം തന്നെ ചോറ് തിന്നിട്ട് സ്റ്റേജിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ ചോറ് തിന്നാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മന്തി, അതേപോലെ തന്നെ ബീഫ് ബിരിയാണി,
ചിക്കൻ പൊരിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ചോറൊക്കെ തിന്നാണ്. അങ്ങനെ ഞാനും ചോറൊക്കെ തിന്നാണ്. ഞാനിതാ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് തിന്നണത്. പിന്നെ ഞാൻ ആദ്യം കുറച്ച് മന്തിയാണ് ഇട്ടത്, ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് തിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് തിന്നൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൻ്റെ ഭാഗത്ത് പോയത് കേട്ടോ. പെണ്ണിനെയും ചെറുക്കനെയൊക്കെ ആ ഒരു ടൈമിലാണ് കണ്ടത്. പിന്നെ അത് ചോറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ നമുക്ക് പോപ്കോണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അത് അവിടെ ജിലേബിയൊക്കെ ചുടുന്നുണ്ട്. അതേപോലെ തന്നെ പോപ്കോണും പിന്നെ പലവിധ ചായകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല. കുട്ടികൾ പോപ്കോണും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഓരോ ചായ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഉള്ളിൽ തന്നെ കയറിപ്പോന്നു കേട്ടോ. കാരണം സ്റ്റേജിൻ്റെ ഉള്ളിൽ ഇതുവരെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ചെന്നപ്പോൾ നല്ല ഫോട്ടോ സെക്ഷനായിരുന്നു. എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം സ്റ്റേജിൽ ഫോട്ടോ എടുക്കുന്നതും വേറെയുള്ള പരിപാടികളൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സ് ഫുള്ള് വീട്ടിലാണ്. കാരണം എന്താ വെച്ചാൽ 4 മണിയാകുമ്പോഴത്തേന് ഫുഡിങ് കൊണ്ടുപോകാൻ ആൾ വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് എത്തൂലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ ആളുകളോട് വരാൻ പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു ഇതാണല്ലോ, അവർക്ക് ഫംഗ്ഷന് വേണ്ടി പറഞ്ഞതല്ലേ. അപ്പോൾ പെട്ടെന്ന് പോകണം എന്നില്ല ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാനും തോന്നണില്ല. ഏതായാലും കുറച്ച് ടൈമൊക്കെ ഞങ്ങളവിടെ നിന്നിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. പിന്നെ അതുപോലെ സാധാരണ പുഡിങ് നമ്മൾ അങ്ങനെ കൊടുക്കലാണ്, കട്ട് ചെയ്യലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ടൈമില്ല. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് തരണമെന്ന് പറഞ്ഞിരുന്നു. ഞാനാണെങ്കിൽ ഇതുവരെ ആയിട്ട് പുഡിങ് കൊടുക്കണേനൊന്നും അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് അങ്ങനെയും ചെയ്യണം. അപ്പോൾ ഒന്നിനും ടൈം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഴുവനായിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയൂല. കാരണം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരു ഡാൻസ് മാത്രമാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണേ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുഡിങ്ങൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ചെറുതായി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു കണക്കിന് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. പിന്നെ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊക്കെ ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാണ് കേട്ടോ. ഇവിടെ തിരിച്ചെത്തി ഇത് കട്ട് ചെയ്യലും ഇത് കവർ ചെയ്യലും ഒക്കെ ചെയ്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കേട്ടോ. കാരണം ഇവിടെ എത്തോളം ഒരു ഇതുണ്ടായില്ല, കറക്റ്റ് ടൈമിൽ എത്തൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരെങ്ങാനും വിളിച്ചുമ്പോൾ അവളുടെ ഇല്ലെങ്കിൽ അതൊരു മോശമല്ലേ വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഏതായാലും എത്തി, അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.